നമസ്കാരം, എല്ലാവർക്കും ലൂസിഡ് സയൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. 2025 10ാം ക്ലാസ്സുകാർക്ക് പുതിയ സിലബസ് ആണല്ലേ. അപ്പോൾ പുതിയ സിലബസിൽ കെമിസ്ട്രിയിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. അപ്പം നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വൈകിപ്പിക്കാതെ ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നോമെൻക്ലേച്ചറും അതുപോലെ തന്നെ ഐസോമെറിസവുമാണ് നമുക്കിവിടെ പഠിക്കാൻ. പക്ഷേ നോമെൻക്ലേച്ചറും ഐസോമെറിസവും പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് നമ്മൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. പക്ഷെ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ 9ാം ക്ലാസ്സിൽ തന്നെ വിട്ടിട്ട് 10ാം ക്ലാസ്സിലോട്ട് പുതിയതായിട്ട് പഠിക്കാൻ വരുന്നവരാണ്. പക്ഷേ നമ്മുടെ ഈ പുതിയ സിലബസ് അനുസരിച്ച് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ 10ാം ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ഉള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, അതായത് എന്തായിരുന്നു ഹൈഡ്രോ കാർബൺസ്, അതുപോലെ തന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്താണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഈ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ക്ലാസ് കേട്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം അല്ലേ. ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. അപ്പോൾ ഓർഗാനിക് എന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരേണ്ട വാക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബൺ എന്ന എലമെൻറ്റിനെയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ എന്തിനാണ് പറഞ്ഞത്, അല്ലെ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കാർബൺ എന്ന് ചിന്തിക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അതിന് കാരണം നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ഈസ് ഓൾസോ നോൺ ആസ് ദ എലമെൻറ്റ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പരിസരവും ചുറ്റുവട്ടവും ഉള്ള എല്ലാ വസ്തുക്കളെയും നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം കാർബണിൻ്റെ എമൗണ്ട് കാണാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ, അതുപോലെ പ്രോട്ടീൻ, അതുപോലെ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡിലും നമുക്ക് കാർബണിൻ്റെ എമൗണ്ട് കാണാം. നോക്കിയേ, ഹീമോഗ്ലോബിനിൽ കാർബൺ ഉണ്ട്, പ്രോട്ടീനിലും കാർബോഹൈഡ്രേറ്റിലും അതുപോലെ ലിപ്പിഡിലും, ഇവിടെ എല്ലാം കാർബൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവും കാർബണിന് നമ്മുടെ ലൈഫിൽ, അതായത് ലിവിങ് ബീയിങ്സിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാർബണിനെ ദ എലമെൻറ്റ് ഓഫ് ലൈഫ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ കാർബൺ കാണണമെങ്കിൽ ഈ കാർബണിന് എന്തോ കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ടാവണം അല്ലേ. ഈ കാർബണിൻ്റെ പെക്യുലാരിറ്റീസ് എന്താ, അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ടുള്ള കാർബണിൻ്റെ പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ. എന്താണ് ഈ കാറ്റിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എലമെൻറ്റിന് അതേ എലമെൻറ്റുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ. അപ്പോൾ കാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, ഒരു എലമെൻറ്റിന് അതേ എലമെൻറ്റുമായിട്ട് വീണ്ടും ബോണ്ട് ചെയ്യാനുള്ള, വീണ്ടും കുറേ ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് എന്താ, കാറ്റിനേഷൻ. നമ്മൾ നോക്കുവാണെങ്കിൽ കാർബണിനോട് തന്നെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് വലിയൊരു ചെയിൻ പോലെ കാർബണിന് 100-ൽ കൂടുതലൊക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഓക്സിജന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജനും ഇതുപോലെ ഓക്സിജനുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ ഡബിൾ ബോണ്ടായിരിക്കും ഫോം ചെയ്യാം. ഇനി അതേ സമയത്ത് അപ്പോൾ നമുക്ക് എന്ത്, കാർബണുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും, അതുപോലെ നൈട്രജനുമായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നൈട്രജൻ്റെ കേസ് പറയുകയാണെങ്കിൽ നൈട്രജന് ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ എലമെൻസിനും ഈ പറയുന്ന എല്ലാ എലമെൻസിനും കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ എന്താണ് കാർബണിനെ മറ്റതിൽ നിന്ന് കാറ്റിനേഷൻ പ്രോപ്പർട്ടി കൂടുതലുണ്ടെന്ന് പറയാൻ കാരണം, കാർബണിന് എത്ര വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്ത് വലിയ ചെയിൻ അതിന് മാറാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓക്സിജനും നൈട്രജനും എന്ത് ചെയ്യാൻ പറ്റില്ല, 1-2 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കാർബണിന് കാറ്റിനേഷൻ പ്രോപ്പർട്ടി കൂടുതലാണ്, അല്ലെങ്കിൽ എബിലിറ്റി കൂടുതലാണെന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബണിന് മറ്റ് എലമെൻറ്റുകളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാ എലമെൻറ്റിനും ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷേ ഈ കാർബണിന് ഓക്സിജനുമായിട്ടും വേണമെങ്കിൽ നൈട്രജനായിട്ട്, ഫ്ലൂറിനായിട്ട്, സോഡിയത്തിനായിട്ട്, അതുപോലെ തന്നെ മഗ്നീഷ്യം, അങ്ങനെ എല്ലാ എലമെൻറ്റുകളുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ എലമെൻറ്റുകൾക്കും മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷേ കാർബൺ ഒരുവിധം
മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റുമായിട്ട്, അതായത് പീരിയോഡിക് ടേബിളിലുള്ള മോസ്റ്റ് ഓഫ് ദി എലമെൻറ്റുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് കാർബണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബോണ്ടുകൾ ഫോം ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്സിജൻ നോക്കിക്കേ, ഓക്സിജനുമായിട്ട് എങ്ങനത്തെ ബോണ്ടാണ് ഫോം ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡബിൾ ബോണ്ടാണ് ഫോം ചെയ്യുക അല്ലേ? ഓക്സിജനായിട്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. എന്നാൽ നൈട്രജനുമായിട്ട് ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്യുക. അപ്പം നോക്കിക്കേ, ഇവർക്ക് തമ്മിൽ ഇത്തരത്തിലുള്ള ബോണ്ടുകളാണ് ഫോം ചെയ്യുക. എന്നാൽ കാർബണ് സിംഗിൾ ബോണ്ടും അതുപോലെ തന്നെ ഡബിൾ ബോണ്ടും അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടും ഫോം ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് കാർബണിന് ഇത്രയധികം സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇത്രയധികം പ്രത്യേകതകളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് കാർബണിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടികളിൽ അറ്റോമിക് നമ്പർ എത്രയാണ്, നമ്പർ ഓഫ് പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ന്യൂട്രോൺ, ഇലക്ട്രോൺ, അതുപോലെ തന്നെ മാസ് നമ്പർ, അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതെല്ലാം നമുക്ക് അറിയണം അല്ലേ? ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തറിയണം? നമുക്ക് ഒരു 10 എലമെൻറ്റിൻ്റെ പേരെങ്കിലും നമ്മൾ തൽക്കാലം മനസ്സിലാക്കിയിരിക്കണം. 10 എലമെൻറ്റ് പോരാ, മിനിമം ആണത് 10. 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ 30 എലമെൻറ്റെങ്കിലും പഠിച്ചിരിക്കണം, 30 എലമെൻറ്റ് പഠിക്കണം നിർബന്ധമാണ്. അപ്പോൾ അത് അറിഞ്ഞെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട് എളുപ്പമാവുള്ളൂ. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എളുപ്പമാണെന്നുണ്ടെങ്കിൽ പീരിയോഡിക് ടേബിൾ അറിയണം. നോക്കിക്കേ, ഈ പീരിയോഡിക് ടേബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, എലമെൻറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് എന്തുവാ? ഹൈഡ്രജൻ, പിന്നെ ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ. നമുക്ക് കാർബൺ ആണല്ലേ വേണ്ടത്. കാർബൺ എത്രാമത്തെ എലമെൻ്റ് നോക്കി? 1, 2, 3, 4, 5, 6. 6ാമത്തെ എലമെൻ്റാണ് എന്ത്? കാർബൺ എന്ന് പറയുന്നത്. അപ്പം അതിനർത്ഥം എന്തുവാ? അറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 6 ആയിരിക്കും അതിൻ്റെ അറ്റോമിക് നമ്പർ. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ, ഇതിൻ്റെ ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അറ്റോമിക് നമ്പർ 6 ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? അതും 6 തന്നെയായിരിക്കും. അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് അതിൻ്റെ പ്രോട്ടോണിൻ്റെ എണ്ണവും 6 തന്നെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? അതും 6 തന്നെയായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയോ? ചില സമയങ്ങളിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം മാറാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ എലമെൻറ്റ് കെമിക്കൽ ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം ഇവിടെ 6 പക്ഷേ ചില സമയത്ത് കെമിക്കൽ ബോണ്ടിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നറിയോ? ഈ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഈ 6 എന്നുള്ളത് ചെറുതായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ന്യൂട്രോണിൻ്റെ എണ്ണം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തറിയണമെന്നറിയോ? ഇതിൻ്റെ മാസ് നമ്പർ അറിയണം. മാസ് നമ്പർ എങ്ങനെ അറിയാം? മാസ് നമ്പർ ഞാൻ പൊതുവേ എന്നാണ് പറയുന്നത്, ശരിക്കും ഉറപ്പിച്ച് പറയല്ല. പൊതുവേ നമുക്ക് പറയാം, ഒരുവിധ എല്ലാ എലമെൻസിൻ്റെയും ഇരട്ടിയായിരിക്കും, അറ്റോമിക് നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ മാസ് നമ്പർ. പക്ഷേ എല്ലായിടത്തും ശരിയല്ല, വ്യത്യാസമുള്ളതുണ്ട്. സോഡിയം വ്യത്യാസമാണ്, അതുപോലെ തന്നെ പല എലമെൻസിനകത്തും വ്യത്യാസം വരുന്നുണ്ട്. അപ്പം നമുക്കങ്ങനെ ഉറപ്പിച്ച് ഞാൻ പറയല്ല. ചില എലമെൻറ്റുകളിലൊക്കെ ഈ പറയുന്ന പോലെ അതിൻ്റെ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ മാസ് നമ്പർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാർബണിൻ്റെ മാസ് നമ്പർ എത്രയായിരിക്കും? 6ആണ് അറ്റോമിക് നമ്പർ. അതുകൊണ്ട് തന്നെ മാസ് നമ്പർ എത്രയായിരിക്കും? 12 ആയിരിക്കും. അപ്പോൾ ഇനി എങ്ങനെ ന്യൂട്രോൺ കണ്ടുപിടിക്കുക? ന്യൂട്രോൺ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഈക്വൽ ടു മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. അത് നമുക്ക് പഠിക്കാനുള്ളൊരു ഇക്വേഷനാണ്, നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം? മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം, 12 ആണെന്നറിയാം. 12 മൈനസ് 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. അതായത് അതിൻ്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസിൻ്റെ എണ്ണം എത്ര? 6 ആയിരിക്കും. അപ്പോൾ നമുക്ക് കാർബണിൻ്റെ അറ്റോമിക് നമ്പറും പ്രോട്ടോൺസിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ന്യൂട്രോണിൻ്റെ എണ്ണവും മാസ് നമ്പറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബോർ മോഡൽ നമുക്ക് വരച്ച് നോക്കാം. ബോർ മോഡൽ വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ന്യൂക്ലിയസ് വരച്ചു. ആ ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോണും ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂട്രോണും ഉണ്ടാവും. ഓക്കെ, പ്രോട്ടോണും ന്യൂട്രോണും. അതിൻ്റെ പുറത്തായിട്ട് നമുക്ക് എന്തുണ്ടാവും? അതിൻ്റെ പുറത്തായിട്ട് ഒരു ഷെല്ലുണ്ടാവും. ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവണം? 2 ഇലക്ട്രോൺസേ കൊള്ളാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ പുറത്ത് ഫസ്റ്റ് ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺസാണ് കൊള്ളുക. അതിൻ്റെ പുറത്ത് വീണ്ടും ഷെല്ല് നമുക്ക് കൊടുക്കാമല്ലോ, കാരണം കാർബണിന് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് നമുക്ക് വീണ്ടും ഒരു ഷെല്ലും കൂടെ വരയ്ക്കാം.
രണ്ടാമത്തെ ഷെല്ലിൽ മൊത്തം 8 ഇലക്ട്രോണാണ് പറ്റുക. പക്ഷേ ഇവിടെ നോക്കിക്കേ, എത്ര ഇലക്ട്രോണേ പറ്റുള്ളൂ? 4 ഇലക്ട്രോണേ പറ്റുള്ളൂ നമുക്ക് ഈ സെക്കൻഡ് ഷെല്ല് ഫില്ല് ചെയ്യാൻ. അതിന് കാരണം എന്തുവാ? 4 ഷെല്ലെന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ നമുക്ക് 6 ആണല്ലേ. അതിനകത്ത് ആദ്യത്തെ 2 ഇലക്ട്രോൺസ് പോയി, അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 4 ഇലക്ട്രോണല്ലേ ഉള്ളൂ. ആ 4 ഇലക്ട്രോൺ നമ്മൾ രണ്ടാമത്തെ ഷെല്ലിൽ വെച്ചു. അപ്പോൾ നമുക്ക് 2ഉം 4ഉം ആണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2, 4 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ വളരെ സിമ്പിളാണല്ലോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് അടുത്ത് എന്താ പഠിക്കാനുള്ളത്? വാലൻസിയാണ് അറിയണേ. വാലൻസി അറിയുന്നതിന് മുന്നേ എന്താണ് വാലൻസ് ഇലക്ട്രോൺ എന്നറിയണം. വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുക. അപ്പോൾ അതായത് എന്തുവാ? ഇവിടെ 4 ഇവിടുത്തെ വാലൻസ് ഇലക്ട്രോൺ. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഉണ്ട്. അപ്പോൾ അതായത് വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 4 എണ്ണം. എത്ര എണ്ണം ഉണ്ടോ അതിനെയാണ് നമ്മളെന്ന് പറയുക വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുക. ഇനി നമുക്ക് എന്താ അറിയണ്ടേ? വാലൻസിയാണ് അറിയേണ്ടത്. അതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പം വാലൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോണും കൂടെ കിട്ടിയാലാണ് നമ്മൾ സ്റ്റേബിൾ ആവുക, അല്ലെങ്കിൽ നമ്മൾ എത്ര ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ സ്റ്റേബിൾ ആവുക. അതിനെയാണ് നമ്മൾ വാലൻസി എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ എത്ര ഇലക്ട്രോൺ കൂടെ കിട്ടണം? 4 ഇലക്ട്രോൺ കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. വിച്ച് മീൻസ് 4 + 4 4 ഇലക്ട്രോൺ വന്നെങ്കിൽ മാത്രമേ 8 ഇലക്ട്രോൺ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് എന്തുവാ? 4 ആയിരിക്കും. വാലൻസി 4 ആ. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമുക്ക് കാർബണിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കാർബൺ എന്ത് തരത്തിലുള്ള ബോണ്ടാണ് ഫോം ചെയ്യുന്നത് നമുക്കറിയില്ല. അയോണിക് ബോണ്ടിങ് ആണോ അതോ കോവാലൻ്റ് ബോണ്ടിങ് ആണോ ഫോം ചെയ്യുന്നത് നമുക്കറിയില്ല. അതിന് നമുക്ക് എന്താണ് അയോണിക് ബോണ്ടിങ്, എന്താണ് കോവാലൻ്റ് ബോണ്ടിങ് എന്ന് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അയോണിക് ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന തരത്തിലുള്ള ബോണ്ടിങ്ങിനെയാണ് നമ്മൾ അയോണിക് ബോണ്ടിങ് എന്ന് പറയുക. അതായത് ഇലക്ട്രോണിനെ ഒന്നുകിൽ കൊടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക, അങ്ങനെയുള്ള ബോണ്ടിങ്ങാണ് അയോണിക് ബോണ്ടിങ്. ഓക്കെ. അതേസമയത്ത് കോവാലൻ്റ് ബോണ്ടിങ് എന്ന് വെച്ചാൽ എന്തുവാ? കോവാലൻ്റ് ബോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കോവാലൻ്റ് ബോണ്ടിങ്. ഷെയറിങ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നേരത്തെ നമ്മൾ പറഞ്ഞു ഒന്നുകിൽ ഒരാൾക്ക് ഇലക്ട്രോണിനെ കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് വാങ്ങുകയോ ചെയ്യുന്നു. പക്ഷേ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുമ്പം നമ്മൾ തമ്മിൽ ഷെയർ ചെയ്ത് ഇലക്ട്രോൺസിനെ എടുക്കുന്ന തരത്തിലുള്ള ബോണ്ടിങ്ങിനെയാണ് നമ്മൾ കോവാലൻ്റ് ബോണ്ടിങ് എന്ന് പറയുക. കോവാലൻ്റ് ബോണ്ടിങ് ആലോചിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ക്ലാസ്സിലിപ്പോൾ ഒരാൾ ഫുഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സ്വതവേ അവർക്ക് നമ്മുടെ ഫുഡ് എടുത്ത് കൊടുക്കുകയല്ല ചെയ്യുക. നമ്മളെന്താ ചെയ്യുക? നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ ഒരു മൂടിയെടുത്ത് അവരുടെ കൊടുത്തിട്ട് പറയും, എന്തു ചെയ്യും? നീയും കഴിച്ചോ, എൻ്റെ ചോറിൻ്റെ പകുതി എടുത്ത് മറ്റേയാൾക്ക് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും അല്ലേ. ഇത് തന്നെയാണ് കോവാലൻ്റ് ബോണ്ടിങ് ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് അങ്ങോട്ട് എൻ്റെ ലഞ്ച് ബോക്സ് അതേപടി എടുത്ത് എനിക്ക് വേണ്ട നീ കഴിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ അതായിരുന്നു അയോണിക് ബോണ്ടിങ്. ഇനി അയോണിക് ബോണ്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാവേ. നമുക്ക് എക്സാമ്പിളായിട്ട് സോഡിയം എടുക്കാം. എണ്ണയാണല്ലേ. എണ്ണേൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇനി 11 ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും വരിക? 2, 8, 1 എന്നുള്ളതായിരിക്കും അല്ലേ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ക്ലോറിനും എടുത്ത് നോക്കാം. ക്ലോറിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇനി അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 7 എന്നുള്ളതാണല്ലേ. അപ്പോൾ 2, 8, 7 ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യമാണ് എന്ത്? സോഡിയത്തിൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 1ഉം അതുപോലെ ക്ലോറിൻ്റെ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 7ഉം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നോക്കിക്കേ, ക്ലോറിന് ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും അല്ലേ. അതേ സമയത്ത് സോഡിയത്തിൻ്റെ കേസിലാണല്ലോ ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. ഇനി അതേ സമയത്ത് ക്ലോറിനാണെങ്കിൽ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ എണ്ണം 8 ആവും അല്ലേ. അപ്പോൾ അതായത് 2 എണ്ണത്തിൻ്റെയും, അതായത് സോഡിയത്തിനും ക്ലോറിനും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ എണ്ണം 8 ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെന്താവും? സ്റ്റേബിളായി മാറും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ സോഡിയത്തിന് എന്ത് ചാർജാണ് അപ്പോൾ വരിക? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ചാർജാണ് ഇവിടെ വരിക കേട്ടോ. കാരണം ഒരു ഇലക്ട്രോൺ പോയി കഴിയുമ്പം അവിടെ പ്ലസ് ചാർജാണ് ഉണ്ടാവുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ സോഡിയത്തിൽ എത്ര ഇലക്ട്രോണും എത്ര പ്രോട്ടോണും ഉള്ളത്? ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ടല്ലേ. 11 പ്രോട്ടോണും അതേ സമയത്ത് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 10 ഇലക്ട്രോണാണ്.
ഓക്കെ ആണല്ലോ, ഒരെണ്ണം പോയല്ലോ. അപ്പം ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് കൂടുതൽ. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും വരിക? സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇനി അതേ സമയത്ത് ക്ലോറിൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്ലോറിന് ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടുതൽ കിട്ടുക ചെയ്തത്. അതായത് ഇവിടെ 17 പ്രോട്ടോണും 18 ഇലക്ട്രോണും ഉള്ള ഇലക്ട്രോണിൻ്റെ എണ്ണമാണല്ലോ ഇവിടെ കൂടുതൽ വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതൽ പറയുന്നത് നെഗറ്റീവ് ചാർജ് കൂടുതലാണ്. അപ്പോൾ അതായത് നെഗറ്റീവ് ചാർജ്, അതായത് Cl - ആയി മാറി. പിന്നെ നമുക്ക് എങ്ങനെ ഒന്ന് എഴുതാം? Na+ഉം Cl- കൂടെ കൂടി ചേർന്ന് നമുക്ക് എന്ത് ചെയ്യും? ഒരു അയോണിക് ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലായല്ലോ? അങ്ങനെ NaCl എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഇതാണ് അയോണിക് ബോണ്ടിങ്. അതായത് ഒരു ഇലക്ട്രോണിനെ കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുന്നത് വഴി ഉണ്ടാകുന്ന ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ്. ഇനി നമുക്ക് അടുത്തത് കോവാലന്റ് ബോണ്ടിങ് എങ്ങനെ നടക്കുന്നത് നോക്കാം അല്ലേ? നോക്കിയാൽ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കാർബണിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ കാർബണിന് പുറത്ത് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 വാലൻസ് ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാം? 4 കുത്തുകളായിട്ട് നമ്മുടെ കാർബണിൻ്റെ പുറത്ത് കൂടെ 4 കുത്തുകളായിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. കെമിക്കൽ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നറിയോ? അതിനുള്ള ഇലക്ട്രോണുമായിട്ട് കാർബണിൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നറിയോ? ഈ ഹൈഡ്രജൻ തൊട്ടപ്പുറത്തുള്ള കാർബണിൻ്റെ ഇലക്ട്രോണുമായിട്ട് ഷെയറിങ് നടത്തിയിട്ട് എന്ത് സംഭവിക്കും? അതായത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണല്ലേ ഉള്ളൂ. തൊട്ടപ്പുറത്തുള്ള കാർബണിൻ്റെ ഒരു ഇലക്ട്രോണിനായിട്ട് ഷെയറിങ് നടത്തിയിട്ട് എന്ത് സംഭവിക്കുന്നറിയോ? ഇവരൊരു ബോണ്ട് ഫോം ചെയ്യും. അതാണ് കോവാലന്റ് ബോണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ബോണ്ട് വഴി ഇവരെന്ത് സംഭവിക്കും? സ്റ്റേബിളോ. അങ്ങനെ ഓരോ ഹൈഡ്രജനും 4 ഹൈഡ്രജനുകളും ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് 2 ഹൈഡ്രജനും അവർ സ്റ്റേബിളോ. അതേസമയത്ത് കാർബൺ എന്താ സംഭവിക്കുകയെന്നറിയോ? ഈ കാർബൺ ഈ 4 ഹൈഡ്രജനുമായിട്ടും ഷെയറിങ് നടത്തി 8 ഇലക്ട്രോൺസ് ഫോം ചെയ്യും. ആണല്ലോ. അങ്ങനെ ഈ ഹൈഡ്രജനും കാർബണും തമ്മിൽ എന്ത് ബോണ്ട് ഫോം ചെയ്യുന്നു? കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നു. അതുവഴി ഇതെന്താവും? സ്റ്റേബിളായി മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കോവാലന്റ് ബോണ്ടിങ്. ക്ലിയർ ആയല്ലോ? അപ്പം ഞാൻ ഇതിനെ വേറൊരു രീതിയിൽ ഇലിസ്ട്രേറ്റ് ചെയ്യാം. ഈ കാർബൺ വേറൊരു ഹൈഡ്രജനുമായിട്ട് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തു. ഇങ്ങനെ 4 ബോണ്ടുകൾ ആർക്ക് ഫോം ചെയ്യാൻ പറ്റും? ഈ കാർബണ് ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഈ ചിഹ്നം കൊണ്ട് അർത്ഥാക്കുന്നത്. മനസ്സിലായ? ഈ ഓരോ ബോണ്ടിലും 2 ഇലക്ട്രോൺസ് ആണ് അർത്ഥാക്കുന്നത്. ഇത് നമുക്ക് വരയ്ക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള മീനിങ് ആണിത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ കോവാലന്റ് ബോണ്ടിങ്. ക്ലിയർ ആണല്ലോ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് കണ്ടുവെക്കാം അല്ലേ? ദ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കാർബൺ ആൻഡ് കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. ക്ലിയർ ആണല്ലോ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാർബൺ ഉൾപ്പെടുന്ന കോമ്പൗണ്ടും ഉള്ള കെമിസ്ട്രിയിലെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുക. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്തായിരിക്കും? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെയും പറയുന്ന പേരാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കാർബണുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറയും? ഓർഗാനിക് കോമ്പൗണ്ട്സ്. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ഇനി എന്താണ് ഹൈഡ്രോ കാർബൺസ്? ഹൈഡ്രോ കാർബൺസ് എന്ന പേര് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഹൈഡ്രോ കാർബൺ എന്നല്ലേ? ഹൈഡ്രോ ആൻഡ് കാർബൺ. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൈഡ്രജനെയാണ് ഹൈഡ്രോ എന്ന വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത്. ഇനി അതേ സമയത്ത് കാർബൺ എന്തുവാ? നമ്മുടെ കാർബൺ ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്ത് പറയും? ഹൈഡ്രോ കാർബൺസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? സംശയമില്ലല്ലോ? നമുക്ക് ഹൈഡ്രോ കാർബൺസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസും അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസും അങ്ങനെ 2 ആയിട്ടാണ് എന്തിനെ തിരിച്ചേക്കുന്നത്? ഹൈഡ്രോ കാർബൺസിനെ തിരിച്ചേക്കുന്നത്. അപ്പം നമുക്കിനി അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ചും പഠിക്കാനുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്, സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസും. ഇതൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഈ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ വരുന്നതാണ് ആൽക്കെയിൻ. അതേ സമയത്ത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിനകത്ത് വരുന്നതാണ് ആൽക്കീനും ആൽക്കൈനും. ഓക്കെ ആണല്ലോ?
നമുക്ക് ആൽക്കീനെയും ആൽക്കൈനെയും മൂന്നെണ്ണത്തിനെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ടേബിളായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ ആണല്ലോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആൽക്കീൻ, രണ്ടാമത്തത് ആൽക്കീൻ, മൂന്നാമത്തത് ആൽക്കൈൻ. ഇവർ തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൻ്റെ സിംഗിൾ ബോണ്ടായിരിക്കും. അതായത് നോക്കിക്കേ, ഈ കാർബണിൻ്റെ ഇടയിലുള്ള ബോണ്ടുകളും ഹൈഡ്രജൻ്റെ ഇടയിലുള്ള ബോണ്ടുകളും എല്ലാം സിംഗിളാണ്. അതേ സമയത്ത് ആൽക്കീൻ എന്തുമായിരിക്കും? ഡബിൾ ബോണ്ടായിരിക്കും. ഡബിൾ ബോണ്ട് കണ്ടില്ലേ, കാർബണിൻ്റെയും ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി അതേ സമയത്ത് ആൽക്കൈൻ ആണെങ്കിലോ അത് ട്രിപ്പിൾ ബോണ്ടായിരിക്കും കാണിക്കുക. ട്രിപ്പിൾ ബോണ്ട് നോക്കി, കാർബണിൻ്റെയും ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാണ് നമുക്ക് കാണാൻ പറ്റുക. നമുക്കിനി ഇതിൻ്റെ ജനറൽ ഫോർമുല നോക്കാം. ആൽക്കൈൻ ആണെങ്കിൽ CnH2n+2 ആണല്ലേ. ഇനി ആൽക്കീൻ ആണെങ്കിലോ CnH2n വരിക. ഇനി ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2 ആണ് വരുന്നത് അല്ലേ. ഇനി നമ്മൾ നോക്കിയേ, ഈ ആൽക്കീനകത്ത് തന്നിട്ടുള്ള CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഈ നമ്മുടെ ജനറൽ ഫോർമുലയായിട്ട് എങ്ങനെ ഒത്തുപോകും നോക്കാം. അപ്പോൾ CnH2n+2 ആണല്ലോ നമ്മുടെ ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല. ഇനി CH3 എന്ന് പറയുന്ന കോമ്പൗണ്ട് കൂടെ നമുക്കൊന്ന് വരച്ച് നോക്കാവേ. അപ്പം CH3 ഇവിടെ നോക്കിക്കേ, സീൻ്റെ എണ്ണം എത്രയാണ്? 2 എണ്ണമാണല്ലേ. 2 C ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ C2 എന്ന് എഴുതാം. എത്ര ഹൈഡ്രജനാണെന്ന് നോക്കിക്കേ, ഇവിടെ 3 6 ഹൈഡ്രജനാണ്. C2H6 ആണ് ഇവിടുത്തെ ഫോർമുല. അപ്പം നമുക്ക് ഈ ജനറൽ ഫോർമുലയായിട്ടൊന്ന് വെച്ച് നോക്കാം. CN എന്നുള്ള സ്ഥാനത്ത് C2 ആണെങ്കിൽ അപ്പോൾ Hന് എന്ത് സംഭവിക്കുന്നു നോക്കിയേ, H 2 × 2 + 2 ആവൂലേ. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? C2H2 × 2 + 2. അപ്പോൾ അതായത് C2H4+2, അതായത് C2H6 ആണല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടിയത് നമുക്ക് നേരത്തെ കിട്ടിയ മോളിക്കുലർ ഫോർമുല പോലെ തന്നെയാണല്ലോ. അതായത് ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല വെച്ച് ചെയ്തതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി എത്ര വലിയ മോളിക്യൂളാണെങ്കിലും നമുക്ക് ഈ ജനറൽ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഏതൊരു ആൽക്കൈൻ്റെയും മോളിക്കുലർ ഫോർമുല ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. തിരിച്ച് മോളിക്കുലർ ഫോർമുല വെച്ചിട്ട് നമുക്ക് ആൽക്കൈൻ ആണോ എന്ന് മനസ്സിലാക്കാനും പറ്റും അല്ലേ. ഇനി രണ്ടാമത്തേത് ആൽക്കീൻ്റെ ആണല്ലേ. ആൽക്കീൻ്റെ എങ്ങനെയാണ്? CnH2n ആണല്ലേ. ഈനാണ്, മാറിപ്പോകരുത്. ആൽക്കൈൻ ആയിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. ഇപ്പോൾ ആൽക്കീൻ്റെ കേസിൽ ഇനി നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2 ആണല്ലോ നമ്മൾ നേരത്തെ കണ്ട മോളിക്യൂള്. ഇനി നോക്കിക്കേ, എത്ര C ഉണ്ട് ഇവിടെ? 1 2 C ആണുള്ളത് അല്ലേ. അപ്പോൾ C2 എന്ന് എഴുതാം ആണല്ലോ. ഇനി നമുക്ക് ഹൈഡ്രജൻ എത്ര എണ്ണം ഉള്ളതെന്ന് നോക്കിക്കേ. എത്ര എണ്ണം? 4 ഹൈഡ്രജനാണുള്ളത് ആണല്ലോ. 2 × 4, അപ്പം 4 ഹൈഡ്രജൻ. അപ്പോൾ C2H4 എന്നുള്ളതാണ് നമുക്ക് മോളിക്കുലർ ഫോർമുല ഇവിടെ കിട്ടിയത്. അപ്പം നമുക്കിനി എങ്ങനെ മാറ്റാം? CN സ്ഥാനത്ത് 2 കൊടുത്തു, H2 × 2 എന്ന് കൊടുത്തു. എൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുത്തു. അപ്പോൾ C2H4 എന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെയാണല്ലോ വന്നത്, നേരത്തെ കിട്ടിയതുപോലെ തന്നെയാണല്ലോ വന്നത്. അതായത് നമുക്ക് ഏതൊരു ആൽക്കീനെയും കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ജനറൽ ഫോർമുല യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് മൂന്നാമതായിട്ട് ആൽക്കൈൻ്റെ കേസ് എടുത്ത് നോക്കാം. ആൽക്കൈൻ ആണെങ്കിൽ ജനറൽ ഫോർമുല എന്തായിരുന്നു വന്നിരുന്നത്? CnH2n-2 ആണല്ലേ. CnH2n-2 അല്ലേ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ആൽക്കൈൻ എടുക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എത്ര C ഉണ്ടെന്ന് നോക്കാം. 2 C ആണുള്ളത്. അപ്പം C2. എത്ര ഹൈഡ്രജനാണുള്ളത്? 2 ഹൈഡ്രജൻ. അപ്പം H2. ഓക്കെ ആണല്ലോ. ഇനി അതിൻ്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ്? CN പകരം 2. അപ്പോൾ C2H2 × 2 - 2 അല്ലേ. × 2 - 2 ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? C2H4-2 വിച്ച് ഈസ് ഈക്വൽ ടു C2H2 ആണല്ലേ. അപ്പോൾ അതായത് നമുക്ക് എന്ത് മനസ്സിലായി? ഇത് രണ്ടും ഈക്വലാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച C2H2നോട് ഈക്വൽ തന്നെയാണ്. അതായത് ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല എന്തുവാ? CnH2n-2. ഓക്കെ. അപ്പം ഞാൻ കുറച്ചേരം മുന്നേ ചില മോളിക്കുലർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല എന്നൊക്കെ പറഞ്ഞപ്പം പലർക്കും മനസ്സിലായി കാണില്ല. അപ്പം നമുക്കതൊന്നുകൂടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാവേ. അപ്പോൾ നമുക്ക് നോക്കിക്കേ, ഒരു കാർബൺ ആറ്റമാണ് തന്നിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ, നടുക്കൊരു കാർബൺ ഉണ്ട് അല്ലേ. കാർബണിന് ചുറ്റും 4 ഹൈഡ്രജനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, കാണാമല്ലോ. അപ്പം നോക്കിക്കേ,
നടുക്കുള്ള കാർബണ് നമുക്ക് എത്ര വാലൻസിയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കാർബണിൻ്റെ വാലൻസി 4 ആണല്ലേ. അപ്പോൾ 4 ആയതുകൊണ്ട് തന്നെ എത്ര ഹൈഡ്രജനായിരിക്കും ബോണ്ട് ചെയ്തേക്കുന്നത്? 4 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പം ഓരോ ബോണ്ടും എന്ത് ചെയ്തു? 4 ബോണ്ട് ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്കതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടൻസ്ഡ് ഫോമുല നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇവിടെ എത്ര സി ഉണ്ട്? ഒരു സി ആണുള്ളത് അല്ലേ. അപ്പോൾ സി ഉണ്ട്, പിന്നെ ബാക്കി എത്ര എണ്ണം ഉണ്ട്? H4 അല്ലേ. 4 ഹൈഡ്രജനുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CH4 എന്നാണ് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല. മോളിക്കുലർ ഫോമുല നോക്കിക്കഴിഞ്ഞാൽ, മോളിക്കുലർ ഫോമുല നേരത്തെ കാണിച്ചു തന്നു. എത്ര സി ഉണ്ട് നോക്കുക, എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കുക, അത് എഴുതി വെക്കുക. അത്രേ ഉള്ളൂ മോളിക്കുലർ ഫോമുല. കണ്ടൻസ്ഡ് ഫോമുലയ്ക്ക് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഇപ്പം ഇതിനകത്ത് കണ്ടൻസ്ഡ് ഫോമുലയും മോളിക്കുലർ ഫോമുലയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല. ഇനി നെക്സ്റ്റ് തൊട്ടുള്ള കാര്യം, ഇനി അടുത്ത കാർബൺ തൊട്ട് നമുക്ക് നോക്കാം. 2 കാർബൺ വരുമ്പോൾ തൊട്ടുള്ളത് ഇതിനകത്ത് എങ്ങനെയാണ് ഈ കണ്ടൻസ്ഡ് ഫോമുലയും മോളിക്കുലർ ഫോമുലയും തമ്മിൽ വ്യത്യാസമില്ലെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാവേ. നെക്സ്റ്റ് വൺ എത്രയാണ്? 2 കാർബൺ ആണല്ലേ. 2 കാർബൺ എന്ന് പറയുമ്പോൾ സി സിംഗിൾ ബോണ്ട് സി വരും അല്ലേ. ഇനി നോക്കിയാൽ ആദ്യത്തെ കാർബൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കാർബൺ ഇപ്പോൾ കറൻ്റ്ലി എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇലക്ട്രോൺ ബോണ്ടായിട്ടുണ്ട്. 1 ഇലക്ട്രോൺ ബോണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഒരു കാർബണുമായിട്ട്. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ടല്ലേ. മൊത്തം 4 എണ്ണം ഉണ്ട്, അതിനകത്ത് ബാക്കി 3 എണ്ണം. ബാക്കി 3 എണ്ണം ഓരോ ഹൈഡ്രജനുമായിട്ടുള്ള ബോണ്ടായിരിക്കും. ഇനി അടുത്ത കാർബൺ നോക്കിക്കേ. അടുത്ത കാർബൺ എത്ര ബോണ്ട് ഓൾറെഡി ഉണ്ട്? 1 ഉണ്ട് അല്ലേ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം കൂടെ. ആ 3 എണ്ണം എന്തുമായിട്ട് ബോണ്ട് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് അല്ലേ. ഈ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. ഇതൊക്കെ നേരത്തെ കോവാലൻ ബോണ്ടിനകത്ത് പറഞ്ഞതാണ്. ഓക്കെ ആണല്ലോ. നമുക്കിനി കണ്ടൻസ്ഡ് ഫോമുല നോക്കാം. എങ്ങനെയായിരിക്കും കണ്ടൻസ്ഡ് ഫോമുല വരുന്നത്? അപ്പോൾ നോക്കിക്കേ, ഇവിടെ ആദ്യം നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു സി ഉണ്ട് അല്ലേ. ആദ്യത്തെ കാർബണിനെ നമ്മൾ അതുപോലെ എഴുതുന്നു, കാർബൺ. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. അടുത്ത ഹൈഡ്രജനും ഉണ്ട് തൊട്ടപ്പുറത്ത് അല്ലേ. അപ്പോൾ ആ ഹൈഡ്രജൻ എത്ര ഹൈഡ്രജനാണ് ഉള്ളത് നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3 ഹൈഡ്രജനാണല്ലേ. അപ്പം 3 ഹൈഡ്രജൻ CH3. ഇനി ആ ബോണ്ട് അതുപോലെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും അടുത്ത കാർബണിനെ എഴുതുന്നു. അടുത്ത കാർബൺ എഴുതിയിട്ട് ആ കാർബണിന് എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 3. അപ്പം 3 എണ്ണം CH3 എന്നായിരിക്കും ഇതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല വരിക. ഓക്കെ ആണല്ലോ. നമ്മൾ കൂടുതലും ഇതായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കണം. എങ്ങനെയാണ് മോളിക്കുലർ ഫോമുല എന്ന് നേരത്തെ ഓരോന്ന് ചെയ്തപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പം C2 വരും അല്ലേ. C2. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര ഹൈഡ്രജനാണുള്ളത്? 3 3 6 ഹൈഡ്രജനാണുള്ളത് അല്ലേ. ആണല്ലോ. 3 3 6 ഹൈഡ്രജൻ. C2H6 ആണ് ഇതിൻ്റെ മോളിക്കുലർ ഫോമുല. ഇനി അടുത്തത് നമുക്ക് നോക്കിയാലോ. 3 ഹൈഡ്രജനാണെങ്കിൽ നമ്പർ ഓഫ് കാർബൺസിൻ്റെ എണ്ണം 3 ആണെന്നുണ്ടെങ്കിൽ അത് തന്നെത്താനൊന്ന് ചെയ്ത് നോക്കാൻ കഴിയുമോ നോക്കിക്കേ. ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെത്താനെ 3 കാർബൺ ഇട്ടിട്ട് ആ 3 കാർബൺ തമ്മിൽ ബോണ്ട്, എന്നിട്ട് ആ ഓരോ കാർബണിലും എത്ര ഹൈഡ്രജൻ വീതം ബോണ്ട് ഉണ്ടാവും ഒന്ന് നിങ്ങൾ നോക്കിക്കേ. ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. ചെയ്ത് കഴിഞ്ഞെങ്കിൽ എല്ലാവരും ബുക്കും പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് നോക്കിയത്. ഇനി ചെയ്യാൻ കിട്ടാത്തവരാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. ഇനി അടുത്ത് എത്ര കാർബണാണ്? 3 കാർബൺ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 കാർബൺ. അപ്പം നോക്കിക്കേ, 1 2 3 കാർബൺ നമ്മൾ എഴുതിയില്ലേ. ആ 3 കാർബൺ തമ്മിൽ ബോണ്ടും ഉണ്ട്. ഇനി ആദ്യത്തെ കാർബണിനകത്ത് ഓൾറെഡി ഒരു വാലൻസി പോയല്ലോ. ബാക്കി എത്ര വാലൻസി കൂടെ ഉണ്ട്? 3 എണ്ണം അല്ലേ. ഈ 3 എണ്ണം. ആ 3 എണ്ണത്തിലോട്ട് എന്ത് വരും? ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പം 3 ഹൈഡ്രജൻ ബോണ്ടാണ് ആദ്യത്തെ കാർബണിനകത്തുള്ളത് അല്ലേ. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിക്കേ. എത്ര ബോണ്ട് ഓൾറെഡി ഉണ്ട്? 2 ബോണ്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി 2 എണ്ണം കൂടെ പോരെ. അപ്പോൾ ഇവിടോട്ട് എന്ത് വരുന്നു? 2 ഹൈഡ്രജൻ വരുന്നു. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാലോ അവിടെയോ ഓൾറെഡി 1 കഴിഞ്ഞു. ബാക്കി ഇനി 3 ഹൈഡ്രജൻ കൂടെ വരണം. ക്ലിയർ ആയല്ലോ? സിമ്പിളാണല്ലോ. അപ്പോൾ 3 ഹൈഡ്രജനും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല. ആദ്യത്തെ കാർബൺ നമ്മൾ എഴുതി, ഹൈഡ്രജൻ ഇട്ടു. എത്ര ഹൈഡ്രജൻ? 3 ഹൈഡ്രജൻ. അത് കഴിഞ്ഞിട്ട് CH. അത് കഴിഞ്ഞിട്ട് അടുത്ത കാർബൺ എഴുതി. 2 ഹൈഡ്രജനാണ് അവിടെ ഉള്ളത്. 2 ഹൈഡ്രജൻ എഴുതി. അത് കഴിഞ്ഞിട്ട് അടുത്ത കാർബൺ എഴുതി. എത്ര ഹൈഡ്രജനാണ്? 3 ഹൈഡ്രജനാണുള്ളത്. അതും എഴുതി. അപ്പോൾ CH3 CH2 CH3 ആണ് കണ്ടൻസ്ഡ് ഫോമുല വരുന്നത്. ഇത് നമുക്ക് നോക്കിയേ മോളിക്കുലർ ഫോമുല എങ്ങനെ എഴുതുക? മോളിക്കുലർ ഫോമുല ആദ്യം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. C3 എണ്ണം ആണല്ലോ. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കുക. 3 2 5 3 8 ഹൈഡ്രജൻ ഉണ്ടല്ലേ. അപ്പം H8 വരും.
അപ്പോൾ C3H8 ആയിരിക്കും അതിൻ്റെ മോളിക്കുലർ ഫോർമുല. കിട്ടിയല്ലോ? ഇപ്പോൾ ക്ലിയർ ആണല്ലോ? ആൽക്കൈൻ്റെ എല്ലാം നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ആൽക്കീൻ്റെ കേസ് നോക്കാം അല്ലേ. ആൽക്കീൻ്റെ പ്രത്യേകത എന്താ നമ്മൾ പറഞ്ഞിരുന്നത്? ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടാണല്ലേ. ഇനി ആദ്യത്തെ ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻ എഴുതാൻ പറയുമ്പോൾ പല ആളുകൾക്കും മനസ്സിലാവാതെ പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നൊരു കാര്യമുണ്ട്. അതായത് 2 കാർബണാണ് മിനിമം ഒരു ആൽക്കീൻ്റെ കേസിൽ. ഡബിൾ ബോണ്ടുള്ള ആൽക്കീൻ്റെ കേസിൽ 2 മിനിമം നമ്പർ ഓഫ് കാർബൺ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 കാർബണിൻ്റെ ഇടയിൽ മാത്രമേ ഡബിൾ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അല്ലാതെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ? കാരണം ഹൈഡ്രജൻ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 1 ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോൺ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഷെയർ ചെയ്തു. ഇനി വേറൊരു ഇലക്ട്രോൺ എടുക്കാനില്ല. അപ്പം ഡബിൾ ബോണ്ട് അവിടെ ഫോം ചെയ്യാൻ കഴിയത്തില്ല. മനസ്സിലായല്ലോ? അതാണ് റീസൺ. അപ്പോൾ നമുക്ക് എത്ര കാർബൺ എഴുതണം? 2 കാർബൺ അല്ലേ. അപ്പോൾ 2 കാർബൺ. ഇപ്പോൾ 2 കാർബൺ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവണം? ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാവണം. അതിൽ ആദ്യത്തെ കാർബൺ നോക്കിക്കേ. ആദ്യത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ 2 ബോണ്ട് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 2 വാലൻസി പോയി. ബാക്കി എത്ര വാലൻസി ഉണ്ട്? 2 വാലൻസി. മൊത്തം 4 വാലൻസി ആണല്ലോ. ബാക്കി 2 വാലൻസി. 2 വാലൻസിയിലോട്ടും ഓരോ ഹൈഡ്രജൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 2 വാലൻസി പോയി. ഇനി എത്ര വാലൻസി ഉണ്ട്? 2 ഹൈഡ്രജൻ വരാനുള്ള വാലൻസി ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ വന്നു. ഓക്കെ ആണല്ലോ. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇനി സ്ട്രക്ചർ നമ്മൾ പഠിച്ചു. ഇനി എന്താ നമുക്കറിയണ്ടേ? കണ്ടൻസ്ഡ് ഫോമുലയാണ് നമുക്കറിയേണ്ടത്. കണ്ടൻസ്ഡ് ഫോമുല എങ്ങനെ ചെയ്താൽ? ആദ്യത്തെ C എഴുതി. ഓക്കെ ആണല്ലോ. ഇനി അവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കി? 2 ഹൈഡ്രജൻ. ഇനി എന്ത് ബോണ്ടാണ് ഫോം ചെയ്തെന്ന് എഴുതണം? 2 ഡബിൾ ബോണ്ട് എഴുതി. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കാർബൺ എഴുതി. അടുത്ത ഹൈഡ്രജൻ 2 ഉണ്ടെന്ന് എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടുത്തെ മോളിക്കുലർ ഫോമിൽ എങ്ങനെയാണ് വരിക? അവിടെ 2 കാർബൺ ഉണ്ട്. അതുപോലെ തന്നെ എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കി? 2 2 4 ഹൈഡ്രജൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ C2H4 ആയിരിക്കും അവിടുത്തെ മോളിക്കുലർ ഫോമുല വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് 3 കാർബൺ വരുന്നത്. 3 കാർബൺ വരുന്ന കേസിലും പല ആളുകൾക്കും സംശയം തോന്നാറുണ്ട്. അതായത് ഒരു ഡബിൾ ബോണ്ട് എഴുതിയാൽ മതിയോ? എല്ലാ കാർബണിനകത്തും ഡബിൾ ബോണ്ട് എഴുതണ്ടേ? അങ്ങനെ പല ആളുകൾക്കും അങ്ങനെ സംശയമുണ്ട്. ആൽക്കീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാർബണിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ബോണ്ട് എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം എന്നേ ഉള്ളൂ. എല്ലാ ബോണ്ടും ഡബിൾ ബോണ്ട് ആയിരിക്കണം എന്നല്ല പറഞ്ഞർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ ആൽക്കീൻ എന്ന് വെച്ചാൽ എന്തുവാ? ഒരു മോളിക്യൂളിലെ ഏതെങ്കിലും ഒരു ബോണ്ട് എന്തായിരിക്കണം? ഡബിൾ ബോണ്ട് ആയിരിക്കണം. എല്ലാ ബോണ്ടും ഡബിൾ ബോണ്ട് ആയിരിക്കണം എന്നല്ല കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ബോണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി 3 കാർബൺ ആറ്റം ഉള്ള കേസ് നമുക്ക് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്തു? 3 കാർബൺ വരച്ചു. ഇനി 3 കാർബൺ വരച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ ബോണ്ട്. രണ്ടാമത്തെ നമ്മൾ സിംഗിൾ ബോണ്ടും കൊടുത്തു. ഇനി നമ്മൾ നോക്കിയേ, ആദ്യത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എത്ര വാലൻസി കഴിഞ്ഞു? 2 വാലൻസി കഴിഞ്ഞു. ഇനി എത്ര വാലൻസി കൂടെ ഉണ്ട്? 2 വാലൻസി കൂടെ ഉണ്ട് അല്ലേ. അപ്പം 2 ഹൈഡ്രജനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ കാർബണിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിക്കേ. അവിടെ എത്ര ബോണ്ട് കഴിഞ്ഞു? 1 2 3 ബോണ്ട് ഓൾറെഡി ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി എത്ര വാലൻസി പോയി? 3 വാലൻസി പോയി. ഇനി ഒരു ഹൈഡ്രജൻ കൂടെ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം ഒരു ഹൈഡ്രജൻ വന്നു. ഇനി അടുത്തതിനകത്ത് നോക്കിക്കേ. ഓൾറെഡി 1 പോയി. ബാക്കി 3 ഹൈഡ്രജനുള്ള സ്ഥലമുണ്ട്. അപ്പം 3 ഹൈഡ്രജൻ അവിടെ ഫോം ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ്റെ ബോണ്ട് ഫോം ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് അടുത്ത കണ്ടൻസ്ഡ് ഫോമുലയാണല്ലേ. എങ്ങനെ കണ്ടൻസ്ഡ് ഫോമുല എഴുതാമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അത് നമ്മൾ എന്ത് എഴുതണം? ആദ്യം നമ്മുടെ കാർബൺ എഴുതി വെക്കണം അല്ലേ. അപ്പോൾ ആദ്യം കാർബൺ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? അതിന് തൊട്ടിപ്പുറത്തായിട്ട് 2 ഹൈഡ്രജൻ ഉണ്ട്. ആ 2 ഹൈഡ്രജൻ CH2 എന്ന് എഴുതി. ഡബിൾ ബോണ്ട് നമ്മളിടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? CH ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ബോണ്ട് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? CH3 ഉണ്ട്. 3 ഹൈഡ്രജൻ ഉണ്ടല്ലേ. അപ്പോൾ CH3 എഴുതി കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പം നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ മോളിക്കുലർ ഫോമുലയിലോട്ട് പോകാമല്ലോ. അപ്പോൾ മോളിക്കുലർ ഫോമുലയിൽ എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2 3 കാർബൺ ഉണ്ടല്ലേ. അപ്പം C3 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ നോക്കിക്കേ, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. 2 1 3 3 6 ഹൈഡ്രജനാണുള്ളത് അല്ലേ. അപ്പോൾ C3H6 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ മോളിക്കുലർ ഫോമുല. അപ്പോൾ C3H6 വരും. ഇനി അടുത്ത 4 കാർബണുകൾ നിങ്ങൾ തന്നെത്താനെ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെത്താനൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ ചെയ്തതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ഓക്കെ ആണല്ലോ?
ശരിയായവരോട് എന്തായാലും വെൽ ഡൺ. ഇനി തെറ്റായവർ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കാം. ഓക്കെ ആണല്ലോ? നമുക്കപ്പോൾ ചെയ്ത് നോക്കാം. ആദ്യം എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കി. 4 കാർബൺ ആണല്ലേ. 4 കാർബണിന് നമ്മളാദ്യം എന്ത് ചെയ്തു, 4 കാർബൺ എഴുതി. അതിനുശേഷം ആദ്യത്തെ കാർബണിനകത്ത് ഡബിൾ ബോണ്ട്, ബാക്കിയുള്ളതിനകത്തെല്ലാം സിംഗിൾ ബോണ്ടും കൊടുത്തു. ഇനി അറിയാലോ, ആദ്യത്തെ കാർബൺ നോക്കിക്കേ, ഓൾറെഡി 2 വാലൻസി കഴിഞ്ഞു അല്ലേ. 2 ബോണ്ടിലൂടെ 2 വാലൻസി പോയി. ഇനി എത്ര വാലൻസി ഉണ്ട്? 2 എണ്ണം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ 2 ബോണ്ട് ഹൈഡ്രജനുമായിട്ട് ബാക്കിയുള്ള 2 എണ്ണം ഫോം ചെയ്യും. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിയേ. രണ്ടാമത്തെ കാർബണിൽ ഓൾറെഡി 2 ബോണ്ട് കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് 1 ബോണ്ട് ഉണ്ട്. ഇനിയിപ്പോൾ എത്ര? ഒരു ഹൈഡ്രജനുള്ള സ്ഥലമേ ഉള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ 2 ബോണ്ട് ഉണ്ട്. ആ 2 ബോണ്ടിൽ 2 ഇലക്ട്രോൺ പോയി അല്ലേ. ഇനി എത്ര? 2 ഹൈഡ്രജനുള്ള സ്പേസ് കൂടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? നാലാമത്തെ കാർബൺ നോക്കുകയാണെങ്കിൽ അവിടെ എന്താ? 1 ബോണ്ട് ഉണ്ട്. ബാക്കി 3 ഹൈഡ്രജൻസ് വരും അല്ലേ. ഇനി നമുക്ക് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്തുണ്ട്? CH2 ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം CH2 ഡബിൾ ബോണ്ട് CH അല്ലേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിംഗിൾ ബോണ്ട്, ഒരു CH2, ഒരു സിംഗിൾ ബോണ്ട്, ഒരു CH3. ഓക്കെ ആണല്ലോ? ഇനി അതിൻ്റെ മോളിക്കുലർ ഫോമുല എങ്ങനെ എഴുതുക? മോളിക്കുലർ ഫോമുല എത്ര കാർബൺ ഉണ്ട്? മൊത്തം 1, 2, 3, 4 കാർബൺ അല്ലേ. അപ്പം C4 എഴുതാം അല്ലേ നമുക്ക്. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2, 1, 3, 2, 5, 3, 8 ഹൈഡ്രജനാണല്ലേ. അപ്പം C4H8 വരും അല്ലേ. അപ്പോൾ ഓക്കെ ആണല്ലോ? ഇത് ക്ലിയർ ആണ്. ഇനി നമുക്ക് ആൽക്കൈൻ്റെ കേസ് എടുത്ത് നോക്കാം അല്ലേ. ആൽക്കൈൻ്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൽക്കൈൻ എന്ന് പറയുമ്പം ട്രിപ്പിൾ ബോണ്ടാണല്ലേ. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ ആണല്ലോ? ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ആൽക്കീൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും 2 കാർബൺ മിനിമം വേണം. അപ്പം 2 കാർബണാണ് ഉള്ളത് എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, C ട്രിപ്പിൾ ബോണ്ട് C എന്ന് എഴുതാം അല്ലേ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. C ട്രിപ്പിൾ ബോണ്ട് C. ഇനി നമുക്ക് ആദ്യത്തെ കാർബൺ എടുത്ത് നോക്കാം. ആദ്യത്തെ കാർബണിനകത്ത് എത്ര ബോണ്ടാണ്? 3 ബോണ്ടാണ്. അപ്പോൾ അവിടെ 1, 2, 3 ഇലക്ട്രോൺസ് അവിടെ ഉണ്ട് അല്ലേ. ഇനി 4ാമത്തെ ഇലക്ട്രോൺ നമ്മൾ എന്ത് കൊടുക്കണം? ഹൈഡ്രജനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ ആണല്ലോ? അതായത് 3 വാലൻസി കഴിഞ്ഞിട്ട് 4ാമത്തെ വാലൻസി ഹൈഡ്രജന്. അതുപോലെ തന്നെ 2ാമത്തെ കാർബൺ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി 3 ബോണ്ട് കഴിഞ്ഞല്ലേ. അപ്പോൾ 3 ഇലക്ട്രോൺ ഓൾറെഡി എന്ത് ചെയ്തു? ഈ കാർബണുമായിട്ട് ബോണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ഉണ്ട്? 1 ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല എഴുതിക്കൂടെ? എങ്ങനെ കണ്ടൻസ്ഡ് ഫോമുല എഴുതുക? CH ട്രിപ്പിൾ ബോണ്ട് CH അല്ലേ. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇനി നമുക്കതിൻ്റെ മോളിക്കുലർ ഫോമുല നോക്കാം അല്ലേ. മോളിക്കുലർ ഫോമുല നോക്കുമ്പം എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ഉണ്ട് അല്ലേ. അപ്പോൾ C2. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അപ്പോൾ C2H2 എന്ന് കിട്ടും. ഇനി നമുക്ക് 3 കാർബണുള്ള കേസ് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 3 കാർബൺ എഴുതുന്നു. എന്നിട്ട് ആദ്യത്തെ കാർബണിനകത്ത് ട്രിപ്പിൾ ബോണ്ട് കൊടുക്കുന്നു. അടുത്തതിനകത്ത് എന്ത് ചെയ്യുന്നു? സിംഗിൾ ബോണ്ട് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ കാർബൺ നോക്കിക്കേ. 1ാമത്തെ കാർബണിൽ ഓൾറെഡി 3 ബോണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എത്ര ബോണ്ട് കൂടെ ചെയ്യാം? 1 ബോണ്ട് കൂടെ പറ്റുള്ളൂ. അപ്പോൾ അത് ഹൈഡ്രജൻ 1 എണ്ണം വരും. അങ്ങനെ 2ാമത്തെ കാർബൺ നോക്കിക്കേ. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ 3 ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പുറത്തെ സൈഡിലോ 1 ഇലക്ട്രോൺ. അപ്പോൾ 4 വാലൻസി ഓൾറെഡി ആയി. അപ്പോൾ ഇനി പറ്റില്ല. ഇനി 3ാമത്തെ കാർബൺ നോക്കിക്കേ. 3ാമത്തെ കാർബണിൽ ഓൾറെഡി 1 ഇലക്ട്രോൺ കഴിഞ്ഞു, 1 ബോണ്ട് കഴിഞ്ഞു. ഇനി എത്ര ബോണ്ടോടെ വരാം? 3 ബോണ്ടോടെ വരാം അല്ലേ. വാലൻസി 4 ആണല്ലോ. അപ്പം ബാക്കിയുള്ള 3 ഹൈഡ്രജൻ അവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. ഓക്കെ ആണല്ലോ? സംശയമില്ലല്ലോ? ഇനി അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല നമുക്ക് നോക്കാം. ആദ്യം വരും ഒരു CH വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പിൾ ബോണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു C, പിന്നെ ഒരു സിംഗിൾ ബോണ്ട്, ഒരു CH3. ഓക്കെ ആണല്ലോ? ഇനി അതിൻ്റെ മോളിക്കുലർ ഫോമുല എങ്ങനെയാണ് വരിക? എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3 കാർബൺ ഉണ്ട് അല്ലേ. അപ്പം 3 കാർബൺ C3. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിക്കേ. 3 1 4 ഹൈഡ്രജനാണുള്ളത്. അപ്പം C3H4 നമുക്ക് കിട്ടും. ഇനി 4 കാർബണുള്ള കേസ് നിങ്ങൾ തന്നെത്താനൊന്ന് ചെയ്ത് നോക്കിക്കേ. പറ്റുമോയെന്നൊന്ന് നോക്കുക. ഇത് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് തന്നെത്താനെ ചെയ്ത് നോക്കിയിട്ട് ഞാൻ എഴുതുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ? ഇനി ചെയ്തിട്ട് കിട്ടാത്തവരും കിട്ടിയവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. അത് എത്ര കാർബണാണ്? 4 കാർബൺ. അപ്പോൾ 4 കാർബൺ നമ്മൾ എഴുതണം അല്ലേ. 4 കാർബൺ എഴുതി അതിനകത്ത് ആദ്യത്തെ കാർബണിനകത്ത് നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കണം അല്ലേ.
ഇനി ബാക്കിയുള്ള എല്ലാ കാർബണിനകത്തും സിംഗിൾ ബോണ്ട് കൊടുക്കുന്നു. ഓക്കെ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി ആദ്യത്തെ കാർബണിൽ ഓൾറെഡി 3 ബോണ്ട് പോയി. ഇനി എത്ര ബോണ്ടൂടെ പറ്റുള്ളൂ? 1 ബോണ്ടൂടെ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹൈഡ്രജൻ വന്നു. ഇനി രണ്ടാമത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ 3 ബോണ്ടും തൊട്ടിപ്പുറത്ത് 1 ബോണ്ടും വന്നു. അപ്പോൾ ഇനി പറ്റില്ല അവിടെ. ഓക്കെ ആണല്ലോ? ഇനി മൂന്നാമത്തെ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തൊട്ടിപ്പുറത്തും ഇപ്പുറത്തും 2 ബോണ്ട് വന്നു. ഇനി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം കൂടെ പറ്റുള്ളൂ. 2 ഹൈഡ്രജൻ വന്നു. ഇനി ലാസ്റ്റ് കാർബൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്ര ഓൾറെഡി 1 ബോണ്ട് പോയി. ബാക്കി ഇനി 3 ബോണ്ടിനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ 3 ഹൈഡ്രജൻ അവിടെ വരും. ഇനി അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുല നമുക്ക് നോക്കാം അല്ലേ? കണ്ടൻസ്ഡ് ഫോമുല നോക്കിക്കഴിഞ്ഞാൽ CH ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഓക്കെ ആണല്ലോ? നമുക്കതിൻ്റെ മോളിക്കുലർ ഫോമുല നോക്കാം അല്ലേ? മോളിക്കുലർ ഫോമുല എങ്ങനെയാണ് വരിക? എത്ര C ഉണ്ട്? 1 2 3 4 C ഉണ്ട്. 4 C4 വരും. എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കി? 3 2 5 1 6 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പോൾ C4H6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾ ആൽക്കെയിനും ആൽക്കീനും ആൽക്കൈനും എല്ലാ രീതിയിലും സ്ട്രക്ചറൽ ഫോമുലയും അതിൻ്റെ കണ്ടൻസ്ഡ് ഫോമുലയും മോളിക്കുലർ ഫോമുലയും എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിനി കുറച്ച് കാര്യങ്ങളുകൊണ്ട് അറിയാനുണ്ട് ഇതിൻ്റെ ബേസിക്സ്. അതും കൂടെ നോക്കിയിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആൽക്കെയിൻ ആണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോമിൽ എന്താ? CnH2n+2. ആൽക്കീൻ ആണെങ്കിൽ CnH2n, ആൽക്കൈൻ ആണെങ്കിൽ CnH2n-2. ഇനി ആൽക്കെയിന് സിംഗിൾ ബോണ്ടായിരിക്കും, അതുപോലെ ഡബിൾ ബോണ്ടായിരിക്കും ആൽക്കീന്. ആൽക്കൈൻ ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടായിരിക്കും. ആൽക്കൈൻ്റെ ആൽക്കൈൻ്റെ സ്ട്രക്ചർ അറിയാലോ. ഇനി ആൽക്കൈൻ ആണെങ്കിൽ അത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. അതേസമയത്ത് ആൽക്കീൻ ആണെങ്കിലും ആൽക്കൈൻ ആണെങ്കിലും അത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. ഇനി 3ഉം ഹോമോലോഗസ് സീരീസിൽ പെടുന്നതാണ്. ഹോമോലോഗസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്സിൽ അരിത്മെറ്റിക് സീക്വൻസ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് CH2 വരുന്നതാണ് നമ്മുടെ ഹോമോലോഗസ് സീരീസ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇനി നമുക്ക് ആൽക്കെയിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ആദ്യത്തെ ആൽക്കെയിൻ എന്തായിരുന്നു? CH4 അല്ലേ? രണ്ടാമത്തെ ആൽക്കെയിൻ C2H6 ആയിരുന്നല്ലേ? ഇനി C2H6ൽ നിന്നും CH4നെ നമുക്കൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C2ൽ നിന്ന് C കുറച്ചാൽ 2ൽ നിന്ന് 1 കുറച്ചാൽ 1 അല്ലേ? അപ്പം C മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 6ൽ നിന്ന് 4 കുറച്ചാൽ എത്രയാണ്? 2. അപ്പോൾ H2 കിട്ടും. അപ്പോൾ CH2 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണല്ലോ. ഇനി രണ്ടാമത്തെ ആൽക്കീൻ്റെ കേസ് നോക്കാം. ആൽക്കീൻ്റെ ആദ്യത്തെ ആൽക്കീൻ എന്ന് പറയുന്നത് C2H4 ആയിരുന്നല്ലേ? ഇനി രണ്ടാമത്തെ ആൽക്കീൻ എന്തായിരുന്നു? C3H6 ആയിരുന്നല്ലേ? ഇനി അതിൽ C3H6ൽ നിന്നും C2H4നെ നമുക്കൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് വരിക? C തന്നെ ആയിരിക്കും വരിക. 3ൽ നിന്ന് 2 കുറച്ചാൽ. ഇനി 6ൽ നിന്ന് 4 കുറച്ചാൽ 2 കിട്ടും. അപ്പോൾ CH2 തന്നെ വീണ്ടും കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി ആദ്യത്തെ ആൽക്കൈൻ ഏതുവാ? C2H2 ആയിരുന്നു. ഇനി രണ്ടാമത്തെ ആൽക്കൈൻ ഏതാ? C3H4 ആണല്ലേ? അതിനോട് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 3ൽ നിന്ന് 2 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ C കിട്ടും. 4ൽ നിന്ന് 2 കുറച്ചാൽ 2 കിട്ടും. അപ്പോൾ H2. അപ്പോൾ CH2 ആണ് ഇവിടുത്തെയും കോമൺ ഡിഫറൻസ്. അതായത് ഇവർ 3 പേർക്കും കോമൺ ഡിഫറൻസ് CH2 ആണ്. അതായത് ഇവരൊരു ഹോമോലോഗസ് സീരീസ് ആണ്. ഓക്കെ? ഹോമോലോഗസ് സീരീസ് ആണ്. അതായത് ഇവരുടെ കോമൺ ഡിഫറൻസ് എന്തുവാ? CH2 ആയിരിക്കും ഇവരുടെ കോമൺ ഡിഫറൻസ്. CH2 ആണ് ഇവരുടെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. ഇനി വീണ്ടും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ? താങ്ക് യു.